രാമശ്ശേരിക്കാരുടെ സ്വന്തം ചമ്മന്തിപ്പൊടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ഫുൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ചമ്മന്തിപ്പൊടി ഞങ്ങൾ ഉണ്ടാക്കണതാ. അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ ഇതാക്കിയിട്ട് ഇത് വെളിച്ചെണ്ണയാണേ, മിക്സ് ചെയ്യണം. ഇവിടങ്ങളിൽ കിട്ടുന്ന സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഇവിടെ വീട്ടിൽ തന്നെ അരക്കുന്നല്ലേ? ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കണത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ചമ്മന്തിപ്പൊടി കഴിച്ചു നോക്കൂ. ഇത് സാധാരണ വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ. ഇത് ചമ്മന്തി, ഇത് ഉള്ളി ചമ്മന്തിയാണ്. ഇത് ചമ്മന്തിപ്പൊടി കുറേ ദിവസം കേടുകൂടാതിരിക്കും. കൊടുത്ത് ഒരു 3 മാസം 6 മാസമാണ് ഇതിൻ്റെ. ഇതെടുത്ത് വെക്കാം നമ്മൾ. അപ്പം നമ്മൾ ഇവരുടെ അടുക്കളയിലോട്ട് വീണ്ടും വന്നിട്ടോ. എന്താണെന്നറിയാം, ചമ്മന്തിപ്പൊടി ഇവർ സ്പെഷ്യലായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വാ, നമ്മൾ അടുക്കളയിലെത്തിട്ടോ. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് കുമാരൻ. കുമാരൻ അല്ലേ? ഇതെന്താ നമ്മൾ സാധാരണ അരി ഇട്ട് വറക്കും. വറക്കല്ലേ? നേരം വറക്കണം, പൊരി പോലെ ആവണം. അത് കഴിഞ്ഞ് അരി ഫസ്റ്റ് കറുത്ത ഉഴുന്നിടും. എന്നിട്ട് കറുത്ത ഉഴുന്ന് വറക്കണം. കുരുമുളക്, ജീരകം, ഉണക്കമുളക് ഒക്കെ വറുത്തിടണം. ഇത് അതിനകത്തുണ്ട്. ഇതൊക്കെ വറ്റൽമുളക്, ഈ കറുത്ത ഉഴുന്ന് കണ്ടില്ലേ? ഉപ്പ്, കല്ലുപ്പ്. ഞങ്ങൾ അധികം കല്ലുപ്പ എല്ലാറ്റിനും ഉപയോഗിക്കണത്. പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല അവിടെ. ഇവിടെ പൊടിക്കില്ല, മില്ലിൽ കൊടുത്ത് പൊടിക്കും. കുറേ ഉണ്ടല്ലോ ഇതില്. 25-30 കിലോ, 1.5 ഉണ്ടാക്കും. 30 കിലോന്റെ അടുത്തൊക്കെ. പൊടി വാങ്ങിച്ചിട്ട് പോകാറുണ്ട് ആൾക്കാർ. ഇതാണ് കേട്ടോ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി. അപ്പോൾ ഇത് ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്കും കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ദൂരേക്കുള്ളവർ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടി. ഇതാണ് നമ്മളവിടെ പൊടിച്ച ആ പൊടി. ഇതിപ്പം 2 ദിവസത്തിനുള്ളിൽ ഈ പൊടി കഴിയുന്നതാണ് ചേച്ചി പറഞ്ഞ കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞാനും ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.